വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിൽ നാടിന്റെ നോവായി അഫ്സാൻ. സ്കൂൾ വിട്ടുവന്ന 9ാം ക്ലാസ്സുകാരനായ അഫ്സാനെ കുഴിമന്തി കഴിക്കാമെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയാണ് സഹോദരൻ അഫാൻ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 9ാം ക്ലാസ്സിലായെങ്കിലും അഫ്സാന് കുട്ടിത്തം വിട്ടുമാറിയിരുന്നില്ല. കളിയാക്കുന്ന കൂട്ടുകാരോട് പോലും പുഞ്ചിരിയായിരുന്നു മറുപടി. ഇന്നലെ രാവിലെ അഫ്സാൻ സ്കൂളിൽ പോയ ശേഷമാണ് സഹോദരൻ കൊലവെറിയുമായി ഇറങ്ങിയത്. സ്കൂൾ വിട്ടു വന്നാൽ സിന്ധുവിന്റെ കടയിൽ വന്ന് എന്തെങ്കിലും ഒന്ന് പലഹാരം വാങ്ങുന്ന പതിവ് അഫ്സാൻ ഉണ്ടായിരുന്നു. ഇന്നലെ അതുണ്ടായില്ല. അഫ്സാനെ കുറിച്ച് പറയുമ്പോൾ സിന്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കൊച്ചു പറഞ്ഞ അവൻ പതുക്കെ സംസാരിക്കും. അവനെ കുറിച്ച് പറയാനായിട്ട് പറ്റണില്ല. പാവമില്ല, അവനെ വെറുതെ വിട്ടുവിടുന്നു. അഫ്സാനെ ഓർക്കുമ്പോൾ കളിക്കളത്തിലെ ചേട്ടന്മാർക്കും 100 നാവാണ്. അവൻ കൊച്ചായിരുന്നു, അപ്പം ഇവിടെ സൈക്കിളൊക്കെ ഓട്ടിക്കാനായിട്ട് വരും. എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ട് നിൽക്കും. അവനെ കുറ്റം പറഞ്ഞാലും അവൻ ഇരുന്ന് ചിരിച്ചോണ്ട് നിൽക്കും. അവൻ ഒരു പാവമാണ്. 2 ദിവസം മുമ്പ് ഈ അഫ്സാൻ കടയിലൊക്കെ പോകുന്ന നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ അഫ്സാനെയൊക്കെ മിക്കപ്പോഴും ഇവിടെ കാണുന്നതാണ്. സ്കൂൾ വിട്ടു വന്നാൽ അഫ്സാൻ എപ്പോഴും സഹോദരൻ അഫാനൊപ്പമായിരുന്നു. ആ കുഞ്ഞു സഹോദരനാണ് അഫാന്റെ കണ്ണില്ലാത്ത ക്രൂരതയുടെ അവസാന ഇരയായത്. ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ അത് ന്യൂസിൽ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ വീടിന് അടുത്താണെന്ന് അറിയുന്നില്ല. ആ കുട്ടി താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു 100 മീറ്റർ അകലെയാണ് ആ കുട്ടി താമസിക്കുന്നത്. പക്ഷേ ആ വീട്ടിൽ നമ്മുടെ ഏരിയ സംഭവം നടന്നു അറിയുമ്പോഴത്തേക്കും ഞാൻ പോയി കാണുന്നുണ്ട്. ആ കുട്ടിയുടെ മാതാവിനെ കാണുന്നുണ്ട്. വല്ലാണ്ട് കരയുന്നുണ്ട് അവരെ മാതാവ്. കാരണം ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി വല്ലാണ്ട് കരയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരിക്കലും ആ മാതാവിനെ, ആ കുട്ടി മരിച്ചു എന്ന് ഇന്നും ആ മാതാവ് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ബോഡി കണ്ടോ? ഞാൻ ബോഡി കാണുമ്പോഴാണ് അറിയുന്നത്. വല്ലാത്തൊരു ആയുധം കൊണ്ട് എന്തോ ഇവിടെ ഒരു അങ്ങ് ഇവിടെ നെറ്റിയിലില്ലേ, വല്ലാത്തൊരു ആയുധം കൊണ്ട് അടിച്ചു മുറിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഇനി ആ ബോഡി എങ്ങനെയാണ് ആ മാതാവിനെ കാണിക്കാന്ന് പോലും നമുക്കാർക്കും അറിയില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് അടിച്ചു മുറിച്ചിരിക്കുന്നത്. വെഞ്ഞാറമൂട്ടിൽ 23കാരൻ നടത്തിയ കൊലയുടെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ്. അമ്മയും കുഞ്ഞനുജനും ഉൾപ്പെടെ 6 പേരെ ആക്രമിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമെന്ന മൊഴിയിൽ പ്രതി അഫാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ പ്രതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്നലെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചു എന്ന മൊഴി വ്യാജമാണ്. സ്വർണം പണയം വെച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് അഫാൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഗുരുതര പരിക്കുമായി ചികിത്സയിൽ കഴിയുന്ന ഉമ്മയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വിസ കാലാവധി കഴിഞ്ഞതിനാൽ അഫാന്റെ പിതാവിന് നാട്ടിലേക്ക് മടങ്ങാൻ ഉടൻ കഴിയില്ല. ഔട്ട് പാസ് എടുത്ത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആണ് നടക്കുന്നത്. നമ്മളോടൊപ്പം റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൻ നായർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. കണ്ണൻ, എന്താണ് കാരണം എന്ന് ഒറ്റ കാരണത്തിലേക്ക് എത്താൻ കഴിയാതെ കുഴയുകയാണ് പോലീസ്. സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിൽ അനിയനെ എന്തിന് കൊലപ്പെടുത്തി എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം കാമുകി എന്തിന് കൊലപ്പെടുത്തി എന്ന ചോദ്യമുണ്ട്. ഇങ്ങനെ കൃത്യമായ ഒരു കാരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച മുൻപ് ഈ കുടുംബം ഒരു ആത്മഹത്യാശ്രമം അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. അന്ന് അമ്മ വിയോജിക്കുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അമ്മയുമായി വീണ്ടും തർക്കമുണ്ടാകുന്നു. അമ്മയെ ആക്രമിക്കുന്നു. അമ്മ ഏറെക്കുറെ മരിച്ചു എന്നുള്ളൊരു ചിന്തയുണ്ടാകുന്നു. ആ സമയത്ത് ഈ സഹായിക്കാത്ത ആളുകളോട് പകയുണ്ടാകുന്നു. ഇങ്ങനെ പലതരം കഥകൾ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്. പോലീസ് ഏത് വഴിക്കാണ് കണ്ണൻ? കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ഈ പ്രതി പറഞ്ഞിട്ടുള്ള മൊഴി, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ കൊലപാതകം നടത്തി എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും മുഖവിലേക്കെടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. കാര്യം അയാൾ പറഞ്ഞ പല കാര്യങ്ങളും കളവാണ് എന്ന് ചില അന്വേഷണങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ ടെലിഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ, കോൾ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ അയാൾ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ആ സമയത്ത് ഈ വ്യക്തി എത്തിയിട്ടില്ല. അതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഇത് വ്യാജമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത്. രണ്ടാമത്തേത്, ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നുള്ള ഒരു സംശയമാണ് പ്രധാനമായും പോലീസിനുള്ളത്. അത് കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ അയാളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. മദ്യം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലഹരിയല്ല, രാസ ലഹരി അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയാണ് ഇപ്പോൾ പോലീസിന് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാളെ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരം റൂറൽ SP എത്തി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പ്രധാനമായും ഇയാൾ എന്തിന് കൊല നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഇയാൾ ഈ വെഞ്ഞാറമൂടുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ എത്തുകയും അവിടെ സ്വർണ്ണം പണയം വെക്കുകയും ചെയ്തു. 90,000 രൂപയ്ക്കാണ് സ്വർണ്ണം പണയം വെച്ചത്. പക്ഷേ അന്ന് ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ട പെൺസുഹൃത്താണ്. പെൺസുഹൃത്തിന്റെ തിരിച്ചറിയൽ രേഖകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് അവിടെ സ്വർണ്ണം പണയം വെച്ചത്. പക്ഷേ ഇയാൾ നൽകിയ മൊഴി അനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഇതേ സ്ഥാപനത്തിലെത്തി സ്വർണ്ണം പണയം വെച്ചു എന്നുള്ളതാണ്. ഞാൻ ആ സ്ഥാപനത്തിൽ പോയിരുന്നു. അവിടുത്തെ സ്ഥാപനത്തിലെ ഉടമകളുമായി സംസാരിച്ചു, അതിലെ ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ എത്തിയിട്ടുണ്ട്, അതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഇന്നലെ ഇവിടെ എത്തി പറയുന്ന മൊഴി വ്യാജമാണ് എന്ന് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു. ആവശ്യമെങ്കിൽ പോലീസിന് കഴിഞ്ഞ ദിവസത്തെ CCTV ദൃശ്യങ്ങളടക്കം നൽകാൻ തയ്യാറാണ് എന്നും അവർ പറയുകയുണ്ടായി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുടുംബത്തിലെ 4 പേരുൾപ്പെടെ 5 പേരെ വെട്ടിക്കൊന്ന അഫാൻ അനുജനെ കൊല്ലുന്നതിന് തൊട്ടു മുൻപ് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകി.
14കാരനായ അഫ്സാനെ കൂട്ടി ഹോട്ടലിൽ എത്തുകയും ഭക്ഷണം വാങ്ങി നൽകി എന്നുമായിരുന്നു നാട്ടുകാർ പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തത്. വെഞ്ഞാറമൂട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട അനുജൻ അഫ്സാൻ. അനിയനെയും കൂട്ടി വെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിലെത്തി അഫാൻ കുഴിമന്തി വാങ്ങിക്കൊടുത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് അനുജനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത്. അമ്മയെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. ഇതിനു മുന്നേ തന്നെ 3 പേരെ ഇയാൾ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തിനാണ് ഈ അഫാൻ കൊലപാതകം നടത്തിയെന്നുള്ളത് കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സാമ്പത്തിക പ്രശ്നമാണ് കാരണമെന്നാണ് പ്രതിയുടെ വാദം. എന്നാൽ ഇതാരും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. 2 ഇടത്തായി കൊലപാതകം നടത്തിയ ശേഷമാണ് ഈ ഒരു പ്രതി സ്വന്തം വീട്ടിലെത്തിയത്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നിടുകയും ചെയ്തു. മാരകമായ പരിക്കേറ്റ മാതാവ് ഇപ്പോൾ ചികിത്സയിലുമാണ്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ ഒരു കൊലപാതകം എന്നാണ് നിഗമനം. തലയ്ക്കാണ് എല്ലാവർക്കും പരിക്കേറ്റത്. പെരുമലയിലും ആറിൽപുരത്തും പാങ്ങോടുമായി 3 വീടുകളിലാണ് 6 പേരെയാണ് അഫാൻ എന്ന 23കാരൻ വെട്ടിയത്. ഇതിലെ ഉമ്മയൊഴികെ മറ്റ് 5 പേരും കൊല്ലപ്പെട്ടു. വിദേശത്ത് ബിസിനസ് തകർന്നത് മൂലമുള്ള സാമ്പത്തിക ബാധ്യതയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വിഷം കഴിച്ചെന്ന് പറഞ്ഞ ഈ ഒരു പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ 14 വയസ്സുകാരനായ അഫ്സാൻ, ഉമ്മ ഷെമീന, പെൺ സുഹൃത്ത് ഫർസാന, വാപ്പയുടെ ഉമ്മ സൽമ ബീബി, വാപ്പയുടെ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരെയാണ് അഫാൻ ആക്രമിച്ചത്. കൊലപാതകത്തിന് ശേഷം പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങിയാണ് ക്രൂരകൃത്യം വെളിപ്പെടുത്തിയത്. അച്ഛന്റെ കൂടെ വിദേശത്തായിരുന്നു പ്രതി. ഫിലിംഗ് വിസയിൽ വിദേശത്ത് പോയി തിരിച്ചു വന്നതാണ് ഇവൻ. ഉമ്മ ഷെമീന ക്യാൻസർ രോഗത്തിനും ചികിത്സയിലാണ്. റിട്ടയർഡ് ആയിട്ടുള്ള CRPF ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ട ലത്തീഫ്. കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ്. താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഫർസാനയുടെ വീട്ടില് ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫർസാനയ്ക്ക് പക്ഷേ താൻ പോകുന്നത് ഒരു മരണത്തിലേക്കാണെന്ന് ഫർസാനയും വിചാരിച്ചില്ല. ഈ അഫാനെ സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമേ ഈ ഫർസാന ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. ഇന്നലെ 3:30 ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോൾ പോലും താൻ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് ഫർസാന അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്താണിപ്പോൾ ആ വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇവർ തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങളായി ഉള്ളതാണോ? എങ്ങനെയാണ് ഇന്നലെ ഫർസാനയെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവിടെ നിന്ന്? അപ്പോൾ മനസ്സിലായത് നമുക്ക് ഇതാണ് എന്റെ പിന്നിൽ കാണുന്നതാണ് ഫർസാനയുടെ വീട്. ആ വീട്ടിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോട് കൂടി, അത് 2:30 ശേഷമാണ് സമീപത്തെ അയൽവാസിയായിട്ടുള്ള അദ്ദേഹം ഈ ഫർസാന വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു രംഗം കാണുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ഫർസാനയോട് ചോദിക്കുന്നു, എന്താ മോളെ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ, എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അങ്ങളെ എന്ന് പറഞ്ഞ് ഫർസാന പോവുകയായിരുന്നു. തുടർന്ന് ഈ വീടിനപ്പുറത്ത് എവിടെയോ മാറി നിൽക്കുകയായിരിക്കാം, ഒരു പക്ഷേ അഫാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയതായിരിക്കാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നിഗമനം. എന്തായാലും ഈ അഫാൻ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം പിന്നീട് അറിയുന്നത് വൈകിട്ട് 5:30 ശേഷം ഈ ബന്ധുക്കളടക്കമുള്ളവർ ഇവിടേക്ക് വരുന്നു. അല്ലെങ്കിൽ 6 മണിയോട് കൂടിയാണ് ഈ മരണവിവരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതക പരമ്പര നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പ്രദേശവാസികളൊക്കെ അറിയുന്നതും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി തന്നെയാണ് ഈ ആളുകളൊക്കെ അറിയുന്നത്. ഈ കുട്ടിയുടെ അച്ഛൻ ഇവിടെ സമീപത്തായി അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ജോലികൾ ചെയ്യുന്നതാണ്. അമ്മ വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു. ഈ കുട്ടി, അതായത് ഈ ഫർഹാനയുടെ സമീപത്തെ ചില കുട്ടികളെ, കൊച്ചു കുട്ടികളടക്കം ട്യൂഷൻ എടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസവും അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോയെടുക്കുകയും ഒപ്പം തന്നെ ചില കുട്ടികൾ ഈ ഫർഹാനയുടെ വീട്ടിലേക്ക് വന്ന് ട്യൂഷൻ പഠിക്കാനായി എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ അവിടെ പോയി ട്യൂഷൻ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫർഹാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോഴും അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇവരുമായിട്ടുള്ള ഈ അഫാനുമായിട്ടുള്ള ബന്ധം ഈ വീട്ടിൽ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് ചില നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ ഈ അഫാന്റെ ഒക്കെ കുടുംബ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അവർ അതിനെ എതിർക്കാതിരുന്നതായിരിക്കാം എന്നുള്ളതാണ്. അപ്പോഴും അവിടെ നമുക്ക് മുന്നിലുള്ള ഒരു ചോദ്യം, എന്തിനു വേണ്ടിയാണ് ഈ അഫ്സാനെ അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അവിടെയും ചോദ്യമാകുന്ന ആ ചോദ്യത്തിന് ഉത്തരം, ബാക്കിയാവുന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഈ ഇപ്പോഴും ജീവനോടെയുള്ള അഫാന്റെ അമ്മയാണ്. അമ്മയുടെ ആ ഒരു മറുപടി ലഭ്യമായാൽ മാത്രമേ ഈ അഫാനെ അറിയോ? ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്, ഇതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളെ സമ്മതമായിരുന്നു. എന്ത് സമ്മതമായിരുന്നു? എന്നിട്ട് പിന്നെന്താ അത് സംഭവിച്ചത്? പിന്നൊന്നും അറിയത്തില്ല. അല്ല, സമ്മതമാണെങ്കിൽ പിന്നെ ബാക്കി വീട്ടുകാരൊക്കെ വന്ന് സംസാരിച്ചു? ഇല്ല, അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കല്യാണമൊക്കെ തീരുമാനിച്ചു? ഇല്ല. വെഞ്ഞാറമൂട്ടിലെ സ്കൂളിലെ പഠന കാലയളവിൽ തുടങ്ങിയ ഒരു പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ. അഞ്ചലിലെ കോളേജിലെ PG വിദ്യാർത്ഥിയാണ് ഫർസാന. ട്യൂഷന് പോകുന്നു എന്നാണ് ഫർസാന ഇന്നലെ വീട്ടിൽ പറഞ്ഞത്. വൈകിട്ട് 3:30 വരെ ഫർസാന വീട്ടിലുണ്ടായിരുന്നു. പിന്നാലെ കാമുകൻ അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു.
വീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ എത്തിച്ചതിനു ശേഷമാണ് കൊന്നതും. പൂനെയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത്. മുഖമാകെ വികൃതമാക്കിയ നിലയിലായിരുന്നു. പേരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമായത്. 2 ദിവസം മുൻപ് ഈ ഒരു പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ബന്ധു കണ്ടിരുന്നു. ഫർസാനയുടെ തലയ്ക്ക് പ്രതി തുരുതര അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നതും. ഫർസാനയുടെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്. നെറ്റിയുടെ 2 വശത്തും നടുക്കും ചുറ്റിക കൊണ്ട് ആഴത്തിൽ അടിച്ച പാടുകളുമുണ്ട്. ഫർസാനയുടെ മരണം അറിഞ്ഞു പൊട്ടിക്കരഞ്ഞ പിതാവ് സുനിലിനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും ബുദ്ധിമുട്ടുകയാണ്. മരണപ്പെട്ടത് തന്റെ മകളാകല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് സുനിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. വെൽഡിംഗ് ജോലിക്കാരനാണ് ഈ ഒരു സുനിൽ.